ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാൻ കേട്ടോ. അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പരാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മളിട്ട ഔട്ട്ഫിറ്റാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഞാനൊരു ബ്ലൂ ഉടുപ്പാണ് ഇട്ടത്, ഏച്ചി ഒരു പിങ്ക് ക്രോപ്പ് ടോപ്പും ബ്ലാക്ക് സ്കേർട്ടും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഞങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മുടി കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ചേച്ചിയാണ് കെട്ടിയത്. പോണി ടെയിൽ കെട്ടിയിട്ട് എന്നാണ് പറഞ്ഞത്, എന്തോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ എൻ്റെ മുടീൻ്റെ ചിക്ക് കളയുമ്പോൾ ദേഷ്യം പിടിച്ച് കണ്ടിട്ട് എനിക്ക് ഈ കാണുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ അമ്മേൻ്റെ മുടി കെട്ടുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അമ്മ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ പകുതി ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങളിതാ ബാഗൊക്കെ എടുത്ത് റെഡിയായി. അപ്പം ബൈക്കിൽ കയറി അപ്പം ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിൽ നല്ല റോഡാണ് കേട്ടോ എന്തൊക്കെ കണ്ടത്. അപ്പം പിന്നെ ഞങ്ങൾക്ക് ബസ് കയറി ഞങ്ങളെല്ലാവരും. ഇതാണ് കേട്ടോ അമ്മയുടെ ഫ്രണ്ട്സും ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ അത്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്താണ് ഇരുന്നത്. അപ്പം ഞങ്ങളിതാ അങ്ങനെ വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലെത്തി കേട്ടോ. ഞാൻ ലീഡറിനെ പോലെ മുമ്പിൽ നടക്കുകയാണ് കേട്ടോ. 11:20 എത്തുമ്പോൾ 11:20 ആയിട്ടുണ്ടായിരുന്നു എത്തുമ്പം. ഇത് രാവിലെ അങ്ങനെ തുറക്കലില്ല, ഒരു 10:30 ആകുമ്പോഴാണ് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് തുറക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ലേറ്റായിട്ട് വന്നത്. അപ്പോൾ ചേച്ചിമാരൊക്കെ ബാഗൊക്കെ ഇട്ടിട്ട് പോകാനുണ്ടോ. ഞങ്ങൾ ആരും ബാഗൊന്നും എടുക്കില്ല, ഞങ്ങൾക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനാണ് കേട്ടോ ഇഷ്ടം. ചേച്ചിമാരാണ് ഇങ്ങനെ ബാഗൊക്കെ തൂക്കി നടക്കുന്നത്, ചേച്ചിമാരും അമ്മമാരും ആൻറ്റിമാരൊക്കെ. അപ്പം ഞങ്ങൾ നല്ല തിരക്കല്ലായിരുന്നു. വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ കയറി. ടിക്കറ്റൊക്കെ ഒരു പാസ് ഉണ്ടായിരുന്നില്ലേ, 5 പേർക്ക് കയറാൻ പറ്റിയൊരു പാസ് ഉണ്ടായിരുന്നു. അപ്പം അമ്മമാർ മുഴുവൻ പാസ്സിൽ ഇതായി. അവർ 5 പേര് കറക്റ്റായിരുന്നു പാസ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. കുട്ടികൾ രണ്ടാക്കോ ഒരാക്കോ രണ്ട് ആൾക്ക് മാത്രം വേണ്ടി വന്നില്ല ടിക്കറ്റ്, ബാക്കി എല്ലാവർക്കും വേണ്ടി വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മറ്റേ വട്ടത്തിലുള്ള സാധനം, നീന്തും വിടുന്ന വട്ടത്തിലുള്ള സാധനം, എനിക്ക് അതിൻ്റെ പേരറിയില്ല, എന്തോ റിങ് സാധനം വാങ്ങാൻ വേണ്ടി കയറുക. എൻ്റെ അമ്മ വലിയ പൈസ 200 രൂപ എങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിച്ചില്ല. അപ്പം ഞങ്ങൾ പാർക്കിൽ ഉള്ളിൽ എൻ്ററായി. അപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ പിന്നെ നല്ല തിരക്കായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങളെല്ലാവരും സ്വിമ്മിങ് പൂളിലേക്ക് ചാടാനാണ് പോയത്. അപ്പം അമ്മമാർ പറഞ്ഞു വേണ്ട, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ചാടാമെന്ന്. അപ്പം ഞങ്ങൾ 2:30 അല്ല 2-3 ആൾക്കാർ അപ്പം തന്നെ തുള്ളുന്നുണ്ടായിരുന്നു. 2:30 ശരിക്കും 2:30 കേട്ടോ. വാട്ടറിൻ്റെ പൂളും കാര്യങ്ങളൊക്കെ എൻജോയ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു 2:30 ശേഷമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല തിരക്കായതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ റൈഡ് കയറാനും ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. നല്ല ക്യൂ ആണ്, വലിയ ക്യൂ ആണ്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് കയറിയ ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര തിരക്കില്ലാത്ത സമയം പോകേണ്ടി വരും. എന്താ ഒരു വെക്കേഷൻ സമയമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്ക്. ഞങ്ങളുടെ ഫസ്റ്റ് റൈഡ് ഈ കാറായിരുന്നു, ഇലക്ട്രിക് കാറായിരുന്നു. അപ്പം കുറേ നിന്ന് ഞങ്ങൾ അതിൽ കയറി. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ കാറാണ്, എന്തോ ആണ്, ബ്രേക്ക് ഡാൻസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈഡാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ അടുത്തതിനും ഓരോ സ്ഥലത്തല്ലേ ക്യൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഡ്രൈവിംഗ് ആണ് കേട്ടോ. ഇത് ധന്യൻ്റെയും മോളും ആണ് കേട്ടോ. പിന്നെ അടുത്ത സെക്ഷനിലായിരുന്നു ഞാനും എല്ലാവരും കയറി. ഞാനും ശിവാനിയും ഫൈസാനും ഫാസിലാൻ്റെയും എല്ലാവരും കൂടി കയറിയത്. അങ്ങനെയായിരുന്നു. ഞങ്ങൾ പകുതി ആളായിട്ടാണ് കയറിയത്. വലിയ ക്യൂ ആയിരുന്നില്ല. അപ്പം കുറച്ചാൾ മുമ്പിലും കുറച്ചാൾ ബാക്കിലായിട്ടായിരുന്നു നിന്നത്. അപ്പം ഡ്രൈവിങ്ങൊക്കെ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു. കുറേ സ്ഥലത്ത് മുട്ടി എല്ലായിടത്തും. പിന്നെ ഓടുന്നുണ്ടായില്ല കാറ്. എന്നിട്ട് കുറേ പിടിച്ച് തിരിച്ച് കയറ്റി
നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു അവിടെ തകിടം മറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഇത് ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ കയറിയില്ലേ? അമ്മയും കയറി. അമ്മ ലാസ്റ്റ് തൊട്ടല്ലേ കയറിയേ? ലാസ്റ്റ് തൊട്ടാണ്. അമ്മ ആദ്യമായിട്ടാണ് എൻ്റെ ഒപ്പം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അമ്മയുടെ അല്ലേ. പിന്നെ ഈ ഒരു ജമ്പിങ് ഫ്രോഗിൽ കയറി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കുഞ്ഞു മക്കളാണ്. അപ്പം പണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കയറിയിട്ടായിരുന്നു പോകുന്നത്. എനിക്ക് ഫേവറേറ്റ് റൈഡായിരുന്നു. ഇത് ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഏജ് ലിമിറ്റാണ് ഇതിൽ. പിന്നെ മാജിക് മിററിൽ കയറി. ഇതിലും ഞാൻ കയറിയില്ല. എനിക്കെന്തോ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ഇതിൽ കയറാൻ, എന്തോ പോലെ. അപ്പം കണ്ണാടിയൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടിട്ട് വന്നത് എല്ലാവരും. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മുകളിലും എല്ലാവരിലും ഒരു കുറേ സ്ഥലത്തൊക്കെ കുറേ സ്ഥലത്ത് മുട്ടിയും ചവിട്ടിയും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പം നല്ല രസമാണ്, അത് കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ടായി. ഇപ്പം ഞാൻ ഓർക്കുന്ന കയറിയാൽ മതിയായിരുന്നു എന്ന്. എല്ലാവരും വീഡിയോ എടുക്കുകയാണ്. ഫുള്ള് മിററാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് എല്ലാവരും. കുറേ ആളിന് ഇതിനത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല അല്ലേ? ഇതിൽ ഇവർക്ക് വേഗം കയറാൻ പറ്റിയ, ഇതിലധികം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ വന്നിട്ട് മിസ് ചെയ്ത ഒരു കാര്യം 3D ഫിലിം ആയിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ 3D ഫിലിം. ഭയങ്കര ക്യൂ ആയിരുന്നു. അവിടെ ആയിരുന്നു ഭയങ്കര ക്യൂ. മായൻ്റെ എല്ലാം നിന്നിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. പിന്നെ ഇത് എവിടുത്തെ സ്ഥലം, ഇതെവിടെ എത്തി നമ്മൾ? ഇതായിരുന്നു ഞങ്ങൾ ഇതിൽ കയറുമ്പോൾ ലൈൻ നിന്നത്. എവിടെയാണ് ക്യൂ നിന്നത്. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ചില്ലായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുഞ്ഞു മക്കൾ വരെ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെയും. ചേച്ചിമാരും കൂടിയും വിദ്യാൻ്റെയും ഫാസിൻ്റെ അമ്മ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല കൂളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റൈഡ്. ഞാനും ശിവാനിയൊക്കെ കൈമുട്ടിയിട്ട് പാട്ട് വന്നപ്പോൾ കൈ മുട്ടി ഡാൻസൊക്കെ കളിച്ചിട്ടായിരുന്നു നിന്നത്. എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. നല്ലോണം ചില്ലായിരുന്നു. അപ്പം എന്താ പറയുക, വിസ്മയിൽ ഇപ്പം പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തിരക്കായിരിക്കും. അധികം വെയിലോ കാര്യം അങ്ങനെ മഴക്കാറ് പോലെ ഉച്ചക്കാലം ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപടി വെയിൽ തോന്നില്ല. എന്തോ മഴേൻ്റെ ഒരു ചെറിയ സൂചന ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറേ റൈഡിലൊക്കെ കയറി ചില്ല് ചെയ്തു. പിന്നെന്താ നമ്മൾ ചെയ്തത്, കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഞങ്ങളെപ്പരം വന്ന കുഞ്ഞു മക്കളൊക്കെ വേറെ വേറെ റൈഡ്സിൽ കയറ്റി, ട്രെയിനിലൊക്കെ കയറ്റിട്ടോ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ ഏച്ചി ബുൾ റൈഡിലൊക്കെ കയറി. കേരളം വീഴലും ഒരുമിച്ചായിരുന്നു എല്ലാവരും. പിന്നെ എല്ലാവർക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും റൈഡുകളിൽ കുഞ്ഞുമക്കളെ അതാ ഓരോ ആൾ വരിയായി വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞവർ ഈ ട്രെയിനിൽ. ഈ ജമ്പിങ് ഫ്രോഗും ഈ ട്രെയിനും ഒരേ കണക്ക് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ജമ്പ് ചെയ്ത് പോകുന്ന ഒരു റൈഡായത്. ട്രെയിന് പോലെ ഞാൻ കയറിയിട്ടുണ്ട് ഇതിൽ. പക്ഷേ ഏജ് ലിമിറ്റ് കയറാൻ കഴിഞ്ഞില്ല. അതിലിടക്ക് നമ്മൾ സംഭാരം കുടിക്കാനെല്ലാം പോയി. അത് സംഭാരല്ല, മോര്. സംഭാരം കുടിക്കാൻ പോയി നമ്മൾ റൈഡ് കഴിയുമ്പോൾ ഇവര് നമ്മളെ കൂട്ടാതെ സംഭാരം കുടിക്കാൻ പോയി നമ്മളെ കൂട്ടാതെ. പിന്നെ ഇതാ എല്ലാരും ഈ ഒരു റൈഡിലും കയറി. ഇതാണ് കുഞ്ഞു മകൾക്ക് വരെ പേടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈഡ് കേട്ടോ. ഇതാണ് അവർക്ക് 2-3 പ്രാവശ്യം ഇവർ കയറിയിരുന്നില്ല. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാൻഡ് റൈഡ് അവർക്ക്. അപ്പം മേലോട്ടും താഴോട്ടൊക്കെ പോകുന്നത്. ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഞാൻ പണ്ട് സ്ഥിരം കയറുന്നൊരു റൈഡാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റൈഡ്. പക്ഷെ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, ഏജ് ലിമിറ്റ് അല്ലേ എല്ലായിടത്തും. എനിക്കിപ്പോൾ ഏജ് ലിമിറ്റാണ്. ഹൈറ്റ് നോക്കിയിട്ടാണ് എല്ലാ റൈഡിലും കയറ്റുന്നത്. പിന്നെ ഞങ്ങൾ താഴേന്ന് നേരെ മേളിലേക്ക് കയറിപ്പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 മണിയായിട്ട് ഞങ്ങൾ എല്ലാ റൈഡിലും കയറി വരുമ്പോൾ തന്നെ ടൈമായി. പൂളിൻ്റെ ആ ടൈമൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.
വിസ്മയ പാർക്ക് തന്നെ ഉണ്ട് അല്ലേ റെസ്റ്റോറൻറ്റ്? അവിടെ തന്നെ ഉണ്ട് ഒരു റെസ്റ്റോറൻറ്റ്. അവിടെ ബിരിയാണി ഉണ്ട്, ചോറുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ബിരിയാണിയും പാരൻസ് എല്ലാവരും പിന്നെ പൂളിൽ ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ, ഫോൺ അലൗഡ് അല്ല പൂളിലേക്ക്, അതുകൊണ്ട് പൂളിലേക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് രാത്രിയായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക, പൂളിലൊക്കെ കളിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ രാത്രിയായി. പിന്നെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാ ഞങ്ങൾ പിന്നെയും തിരിച്ചു പോവുകയാണ് കേട്ടോ. ഓട്ടോയിലല്ലേ പോയെ? ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. തിരിച്ച് ഓട്ടോയിലേക്ക് പോയി. പിന്നെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു, വീട്ടിലേക്ക് പിന്നെ പോയി. പിന്നെ എന്താ ബൈക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ബൈക്കിലാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. ഓട്ടോ വാരം വരെ നിർത്തിയിട്ട് ബാക്കി ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയത് അല്ലേ. നല്ല രസമായിരുന്നു രാത്രി ഇങ്ങനെ പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് ഡ്രൈവ് ഇഷ്ടമുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത്. ഞാനും ശിവനും മുട്ടക്കറിയും പൊറോട്ടയാണ്, ബാക്കി എല്ലാവരും ബീഫും മുട്ടക്കറിയായിരുന്നു കഴിച്ചത്. എനിക്ക് ബീഫും പൊറോട്ടയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.